ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ പനിയും ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് കുറച്ച് വീക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റീനീറ്റ് പോസിബിലിറ്റിയും അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയനൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുവരെ നീറ്റിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഈ പ്രാവശ്യം നടന്നിട്ടുള്ളത്. സമയം കിട്ടാത്തവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുക, 719, 718 എന്നുള്ള സ്കോറൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് നീറ്റിൽ കാണുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാതിരുന്നാൽ 716 അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റോങ് ആയിപ്പോയാൽ 715 നമ്മൾ എത്തുക. ആ സ്ഥാനത്താണ് ഇപ്പോൾ 719, 718 നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പിന്നെ കേസ് വന്നു. നമ്മളെല്ലാവരും പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഗ്രേസ് മാർക്കൊക്കെ മാറ്റി ഒരു എക്സാം കൂടി ആ കുട്ടികൾക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ അതിൻ്റെ റിസൾട്ട് വരും, ന്യൂ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നാളെ അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ അതൊന്നുമല്ല, ഇപ്പോൾ നീറ്റിൻ്റെ പേപ്പർ ലീക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ബീഹാറിലും പല സ്ഥലങ്ങളിലേക്ക് ആയിട്ട് നീറ്റിൻ്റെ പേപ്പർ 40 ലക്ഷത്തിനും 30 ലക്ഷത്തിനൊക്കെയാണ് വിറ്റ് പോയിട്ടുള്ളത്. നമുക്കൊരു ഷോക്കിങ് തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും സെക്യൂരിറ്റിയോടുകൂടി വിശ്വസിച്ച് ഇത്രയും നല്ലൊരു കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു എക്സാമാണ്. നമ്മളത്രയും പേടിച്ച് നമുക്ക് ഈവൻ ഡ്രസ്സസ് പോലും നമ്മൾ ഇടുമ്പോൾ ഇത് പറ്റുമോ, ഇത് പറ്റുമോ, ഇങ്ങനെ ഇടാമോ, ബട്ടൺ മാറ്റണോ, സിബ് മാറ്റണോ എന്നൊക്കെ നമ്മൾ എല്ലാം ചിന്തിച്ച് അത്രയും ഇതിലാണ്, ടെൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും എക്സാം ഹോളിലേക്ക് പോയതും കാര്യങ്ങൾ എഴുതിയതും. നമ്മൾ ഒരു നല്ലൊരു സ്കോറിലേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്കൊരു മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓർക്കുമ്പോൾ തന്നെ നല്ല വിഷമമുണ്ട്. കാര്യം ഇത്രയും നമ്മൾ വിശ്വസ്തത അർപ്പിച്ചൊരു എക്സാമാണിത്. കറക്റ്റായിട്ടുള്ളവർ കയറിപ്പോകണം. ഇതിനു വേണ്ടി ഹാർഡ് വർക്കും പാഷനോട് കൂടി പഠിച്ച് കറക്റ്റായിട്ട് മാർക്ക് സ്കോർ ചെയ്തവർക്ക് ഇവർ കയറിപ്പോകണം എന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഇത്രയും സ്കാംസും കാര്യങ്ങളും, പേപ്പർ ലീക്ക്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കും തന്നെ. ഞാനിപ്പോൾ ഇവിടെ വീട്ടിലിരുന്ന് ഓരോ വീഡിയോസ് കാണുമ്പോൾ തന്നെ നല്ല ടെൻഷനാവുന്നുണ്ട്. എൻ്റെ ഉമ്മി ആണെങ്കിലും യൂട്യൂബ് തുറന്ന് ഓരോ വീഡിയോസ് എടുത്ത് കാണുമ്പോഴും എൻ്റെ മൈൻഡിലാണ് ശരിക്കും ഇങ്ങനെ ഇടിവെട്ടിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത്രയും മാർക്ക് സ്കോർ ചെയ്തിട്ട് പോലും നമുക്ക് ഒരു സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇത്രയും പേപ്പർ ലീക്കും കാര്യങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് ഒരു റീനീറ്റ് ഉണ്ടാവും തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. സുപ്രീം കോടതി ജൂലൈ 8 നമുക്ക് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇനി എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, റീനീറ്റിനെ കുറിച്ച് എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ പറയാമല്ലോ, ഞാൻ 3 വർഷം എടുത്തിട്ടാണ് ഇതുവരെ എത്തിയത്. ഇത്രയൊരു മാർക്ക് 675 ഞാൻ എത്തിയത്. അപ്പോൾ അത്രയും ഞാൻ എക്സാം എഴുതി വന്നിട്ട് ഇവിടെ വന്നപ്പോൾ അത്രയും സ്കോർ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് എൻ്റെ ഫാമിലി തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് അവർ തന്നെയാണ്. കാരണം ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും നെഞ്ചിൽ ഓരോ തീ കട്ട വന്ന് വീഴുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ അത്രയും എഫേർട്ട് എടുത്ത് നമ്മളൊരു റിസൾട്ടിലേക്ക് എത്തിയിട്ടും അതിനൊന്നും ഒരു കാര്യമില്ലാതെ പോയിരിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ റീനീറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നല്ല തീയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 വർഷം കണ്ടിന്യൂസാണ് ഞാൻ ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ മെയ് 5 കഴിഞ്ഞതോടുകൂടി ഇത്രയും സ്കോർ എക്സ്പെക്റ്റഡ് ഇത്രയും ഉണ്ട് എന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ ഉള്ള ബുക്കൊക്കെ കെട്ടിപ്പറക്കി ഞാൻ പെട്ടിയിലാക്കി വെച്ച ആളാണ്. പിന്നെ കുറേ കുട്ടികൾക്കൊക്കെ എൻ്റെ ബുക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, NCERT ഉൾപ്പെടെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 മാസം ഗ്യാപ്പ്
കഴിഞ്ഞ് ഇനിയൊരു എക്സാം എഴുതണം എന്ന് പറയുമ്പോൾ തന്നെ നല്ല ടെൻഷനാണ്. കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല ടെൻഷൻ്റെ ഒരാളാണ്. എക്സാം ഹോളിൽ അന്ന് എഴുതിയത് തന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയുള്ളൂ. അത്രയും ഒരു പ്രഷറും ടെൻഷനും കാര്യങ്ങളെല്ലാം ഇനി വീണ്ടും ഞാൻ എടുക്കണം. അതുമാത്രമല്ല, ഇനി ആ ഒരു സ്കോറിലേക്ക് ഇത്രയും 2 മാസത്തെ ഗ്യാപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു പുസ്തകം തുറന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ എക്സാം എഴുതുമ്പോൾ ഇനി അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ റീനീറ്റിനെ കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതിനെ ഫേവർ ചെയ്യില്ല. കാരണം എന്നെക്കൊണ്ട് വയ്യ. കാരണം അത്രയും ടെൻഷനും പ്രഷറും ഇനി എടുക്കാൻ ഉള്ളൊരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടാകുമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കില്ല. പക്ഷേ ഇനിയിപ്പോൾ എഴുതേണ്ടി വന്നാൽ എന്തായാലും ഞാൻ തന്നെ ഫേസ് ചെയ്യണം, ഞാൻ തന്നെ എഴുതണം. എനിക്ക് റിസൾട്ട് വേണമെങ്കിൽ ഞാൻ തന്നെ എഴുതിയാലേ പറ്റുള്ളൂ. ഓർക്കുമ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാനിവിടെ വരെ എത്തിയതാണ്. ഇത്രയും ഒരു സ്കോറിലേക്ക് എത്തിയിട്ടും ഇനി ഒരു എക്സാം എഴുതി അത് ഡൗൺ ആയി പോകുമെന്നുള്ള ടെൻഷൻ തന്നെയാണ്. എല്ലാവരെയും പോലെ ഇപ്പോൾ എക്സാം വേണ്ട എന്ന് പറയുന്ന എല്ലാവരെയും പോലെ എനിക്കൊരു ടെൻഷനുണ്ട്. സ്വാഭാവികമായിട്ടും 2 മാസത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വെറും ഗ്യാപ്പൊന്നുമല്ല. ഒരു നീറ്റ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുന്നവരാണ് അവർ. ഒരു ദിവസം 15 മണിക്കൂർ 16 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ പോകുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2 മാസത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ എന്നെ പേഴ്സണലി സംബന്ധിച്ചിടത്തോളം ഈ 2 മാസത്തെ ഗ്യാപ്പും അതുമാത്രമല്ല ഇനി ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ഒരിതെന്ന് പറഞ്ഞാൽ. ഓരോ നീറ്റ് ആസ്പിറൻറ്റിനും മനസ്സിലാവും ഇപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും ഒരു ഇതിലേക്ക് കയറി പറ്റാന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ് ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം. ഇനി റീനീറ്റ് ആവശ്യപ്പെടുന്നവർ ഉന്നയിക്കുന്നതും ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അർഹതപ്പെടാത്ത ഒരാളും ഇതിലേക്ക് കയറി പറ്റരുത്. ഇതൊരു മെഡിക്കൽ പ്രൊഫഷനാണ്. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം നമ്മൾ വാല്യൂ കൊടുക്കുന്നവരാണെന്നറിയാം. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർ ഈ ചീറ്റ് ചെയ്തവർ അങ്ങനെ ഡോക്ടറായി കഴിഞ്ഞാലും നമ്മുടെ സമൂഹം ഇനി ഏത് രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യം കറക്റ്റ് തന്നെയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് നോക്കിയാൽ റീനീറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ആരും ഇതിലേക്ക് ഒരു സീറ്റിലേക്ക് കയറരുത് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ റീനീറ്റ് ഈസ് ദി ബെസ്റ്റ് ഒപ്പീനിയൻ. പക്ഷേ അത് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെയും കൂടി അതിൽ കൺസിഡർ ചെയ്യണം എന്നാണ് എനിക്കോ പറയാനുള്ളത്. ഞാൻ 2 ഭാഗത്തേക്കും പോകാൻ പറ്റില്ല. കാരണം അതൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം റീനീറ്റ് എന്ന് പറയുന്നതായാലും അത് വേണ്ട എന്ന് പറയുന്നവരോടായാലും അത് രണ്ടും കറക്റ്റായിട്ടുള്ളൊരു ഒപ്പീനിയനാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം എല്ലാവരും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. കാരണം അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തൊരു കാര്യം തന്നെയാണ് എക്സാം എഴുതുക എന്നുള്ളത്. ആ ഒരു സ്ഥാനത്ത് ഇങ്ങനെയൊക്കെ ഇനിയും ഒരു എക്സാം എഴുതേണ്ടി വരും എന്ന് നമ്മുടെ മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ വിഷമമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ സുപ്രീം കോടതി വിധി വരുന്നത് ഒരു എക്സാമിനാണ് എന്നാണെങ്കിൽ നമ്മളെല്ലാവരും എഴുതിയേ പറ്റുള്ളൂ, ഓരോരുത്തരും എഴുതിയേ പറ്റുള്ളൂ. ഞാൻ ഉൾപ്പെടെ എഴുതണം. കാരണം നമുക്ക് തന്നെ സ്കോർ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിട്ട് ഒരു ഇതിലേക്ക് എത്തിപ്പെടണം എന്നാഗ്രഹിച്ചവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ റീനീറ്റ് വന്നാൽ തന്നെ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിന് മാനസികമായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം എന്നായാലും ഇപ്പോൾ ഞാൻ പേഴ്സണലി സാറുമാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ വെറുതെ ലൈബ്രറി ബുക്ക് വായിക്കണ പോലെ ഇരുന്ന് NCERT വായിച്ചോളാനാണ് എന്നോട് പറഞ്ഞത്. കാരണം ഇപ്പോൾ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ വിധി ജൂലൈ 8-ാം തീയതിയാണ് വരിക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ഇനി റീനീറ്റ് ചെയ്താൽ വരുമോ എന്ന് നമുക്ക് അന്നാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റീനീറ്റ് ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പല പല ഒപ്പീനിയൻസ് ആയിരിക്കും, കാരണം എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളായിരിക്കും. ശരിയാണ്, റീനീറ്റ് എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം, എന്നെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ്. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഒന്നുകൂടി പഠിച്ച് എഴുതുക എന്ന് പറയുന്നത്. പക്ഷേ ചിലവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്ഷനാണ്. കാരണം തെറ്റ് ചെയ്തവരാരും അർഹതയില്ലാത്ത സീറ്റിലേക്ക് അവരാരും കയറിപ്പോകരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് എല്ലാവരും റീനീറ്റ് ഉന്നയിക്കുന്നത് തന്നെ. അപ്പോൾ പുറത്തെല്ലാം നല്ല സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും എന്നുള്ള ഒരു ഹോപ്പോടു കൂടി നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും ബി പ്രിപ്പയർഡ്, എന്തിനായാലും നമ്മൾ സെൽഫ് പ്രിപ്പയർഡായിട്ട് ഇരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും എൻ്റെ ഒപ്പീനിയൻ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.